ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ സുഖമാണേ. അപ്പോൾ അങ്ങനെ കുറേ ദിവസത്തെ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ചെറിയൊരു വെയിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ വീട്ടിലെ പണികളൊക്കെ ഒതുക്കിയിട്ട് ഒരു ചെറിയ സർക്കിട്ട് പോകാമെന്ന് വെച്ചിട്ടോ. വേറൊന്നുമല്ല, നമുക്ക് ഒരു ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, സോപ്പ്, പേസ്റ്റ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് കടയിൽ വന്നതാണ്. നമ്മളിവിടെ മാർക്കറ്റിലുള്ളൊരു സൂപ്പർ മാർക്കറ്റിലാണ് സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്നത് കേട്ടോ. നമുക്ക് പോയി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. സോപ്പ്, പേസ്റ്റ്, ഹെയർ ഓയിൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. ഒത്തിരി ഒന്നുമില്ല, കഴിഞ്ഞ ദിവസം അത്യാവശ്യം നമ്മളെല്ലാ സാധനങ്ങളും തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പേസ്റ്റ്, സോപ്പ് ഒക്കെ നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടാണ് മേടിക്കുന്നത് കേട്ടോ. സോപ്പ് എപ്പോഴും നമ്മളിങ്ങനെ പായ്ക്കായിട്ടുള്ളതാണ് മേടിക്കത്തുള്ളേ, അതാണ് നമുക്ക് ലാഭം. അപ്പോൾ അങ്ങനെ മേടിക്കും. പിന്നെന്താ, വേറൊന്നുമില്ല, ഒരു പൗഡർ, അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. ഇനി നമുക്ക് മേടിച്ച സാധനങ്ങളൊക്കെ ബില്ലടിക്കാൻ കൊടുക്കാം. കടയിലെ സ്റ്റാഫ് നമുക്ക് ബില്ലടിച്ച് തന്നുണ്ട്. ഒത്തിരി ഒന്നുമില്ല, 1-2 സാധനങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വീണ്ടും പുറത്തിറങ്ങി. നമുക്ക് അടുത്ത ആയിട്ട് ATM പോവാം. കാരണം എപ്പോഴും ഈ ഗൂഗിൾ പേ ആണ് പരിപാടി. കയ്യിൽ ഒരത്യാവശ്യം വന്നാൽ എടുക്കാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ATM പോയി എന്തെങ്കിലും ചില്ലറ എടുത്ത് കയ്യിൽ വയ്ക്കാം. അങ്ങനെ ATM കയറി ₹500 വിത്ഡ്രോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മതി. അതിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ. അങ്ങനെ നമ്മൾ ATM പൈസയൊക്കെ എടുത്ത് പുറത്തിറങ്ങിയിട്ടാ. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പരിപാടി, ചായ കുടിക്കാൻ പോകാം. അങ്ങനെ പോയി. കഴിഞ്ഞ ദിവസം ബിരിയാണി തിന്നാനായിരുന്നു ആഗ്രഹമെങ്കിൽ ഇന്ന് പഴംപൊരിയും ബീഫും കഴിക്കാനാണ് കേട്ടോ. അങ്ങനെ 2 പഴംപൊരി ബീഫും പറഞ്ഞു കേട്ടോ. പഴംപൊരിയും ബീഫൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല പഴംപൊരിയാണ് കേട്ടോ, നല്ല പഴംപൊരിയാണ്. ബീഫും കുഴപ്പമില്ല കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴംപൊരിയും ബീഫും. അങ്ങനെ പഴംപൊരിയും ബീഫൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അടുത്തുള്ള ലോട്ടറി കടയിൽ കയറിയിട്ടോ. ഭാഗ്യപരീക്ഷണം. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ലോട്ടറി എടുക്കാറുള്ള പതിവാണ്. നമ്മളൊരു ലോട്ടറി എടുത്തു. എങ്ങനെയാവും നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മഴക്കാറ് കയറുന്നുണ്ടായിരുന്നു. അപ്പം മഴയ്ക്ക് മുന്നേ വീടെത്താലോ എന്ന് എഴുതി പോകുന്നു. നമ്മൾ പോരുന്ന വഴിക്ക് ഇതുപോലെ തെങ്ങും തോപ്പും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടേ. ഈ വഴി ഇങ്ങനെ പോകുമ്പം എനിക്ക് കിട്ടുന്നൊരു ഫീൽ ഒരുമാതിരി തമിഴ്നാടിൻ്റെ ഒക്കെ ഒരു ഫീലാണ് കേട്ടോ. കാരണം വീടുകളൊക്കെ ഇങ്ങനെ തൊട്ട് ചേർന്നിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഒരു വീടിനോട് ചേർന്ന് അടുത്ത വീട്, അതിനോട് ചേർന്ന് അടുത്ത വീട്, അങ്ങനെ. എനിക്കങ്ങനെ തൊട്ടടുത്തടുത്ത് വീട് വരുമ്പോൾ തന്നെ എനിക്കൊരു ശ്വാസം മുട്ടലാണ്. നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മളെ വീടിനടുത്തോട്ട് വരുമ്പോൾ ഉള്ളൊരു വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടമല്ല, നമുക്ക് അപ്പുറത്തൊരു ചെറിയ ഡാമുണ്ട്. ആ ഡാമിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പം ഒഴുകി വരുന്നതാണ്. അത് ഇവിടെ നിന്ന് വെള്ളച്ചാട്ടമായിട്ട് താഴേക്ക് ഒഴുകിപ്പോയി. വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അത്. വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം. അത് റോഡ് ക്രോസ് ചെയ്ത് പുറമൊന്ന് താഴേക്ക് ഒഴുകിപ്പോവും. അപ്പോൾ ആ പാലത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴേക്കുള്ള
ഒഴുകി പോകുന്ന കാണാം. ഞാൻ അവിടെ വരെ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കട്ടെ. ഇവിടെ എങ്ങാനും തെന്നി വീണാൽ നല്ല രസമായിരിക്കും. രക്ഷപ്പെട്ട് ഒരുവിധം പാലത്തിലെത്തി. ഇതാണ്ട വെള്ളച്ചാട്ടം ഇങ്ങനെ താഴോട്ട് ഒഴുകി പോകുന്നുണ്ട്. പക്ഷെ നിറച്ച് കാടും പുല്ലും ഒക്കെ ആയതുകൊണ്ട് നല്ലോണം കാണാൻ പറ്റുന്നില്ല. നല്ല ശക്തിയിൽ വെള്ളം ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ പതഞ്ഞൊഴുകി വരുന്നുണ്ട്. എൻ്റെ താഴോട്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. എനിക്കിവിടെ അധികം നിൽക്കാൻ ധൈര്യമില്ല, അതുകൊണ്ട് ഞാൻ പോവുക. ഞാൻ ഡാം കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ഡാം. ഇതിൽ മഴ പെയ്തുകൊണ്ട് നിറയെ വെള്ളമുണ്ട് കേട്ടോ. ഈ ഡാം നിറഞ്ഞ് ഇതിൻ്റെ അവിടെ ആ സൈഡിലൊരു ഷട്ടറുണ്ട്. ആ ഷട്ടർ പോക്കുമ്പോൾ ഒഴുകി പോകുന്ന വെള്ളമാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ട വെള്ളച്ചാട്ടമായിട്ട് പോകുന്നത്. അപ്പം എൻ്റെ ചുറ്റും റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നിറയെ വെള്ളമുണ്ട് കേട്ടോ. മഴയല്ലായിരുന്നു, മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നിറയും. നമ്മൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന ആ അക്കരയാണ് കേട്ടോ. അക്കരെ ഒരു വീട്ടിലായിരുന്നു. അങ്ങനെ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടു. ഇതുവരെ മഴയൊന്നും പെയ്തില്ല, രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. സാധനങ്ങളൊക്കെ വാങ്ങി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. ഞാൻ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. വെറുതെ രസം. ഇത്തിരി വെളുത്തുള്ളി വാങ്ങി, വെളുത്തുള്ളി തീർന്നായിരുന്നു. പിന്നെന്താ, സോപ്പ് വാങ്ങി. പിന്നെ പേസ്റ്റ് KP നമ്പൂതിരീസ്. പിന്നെ യാഡ്ലിയുടെ ഒരു പൗഡറും വാങ്ങിട്ടോ. പിന്നെ 2 അലക്ക് സോപ്പ് ഉജാലയുടെ സോപ്പാകുമ്പോൾ പെട്ടെന്ന് തുണിയൊക്കെ വാഷ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വാങ്ങിയത് ഒരു പാരഷൂട്ടിൻ്റെ ഹെയർ ഓയിൽ. അപ്പം നമ്മൾ ഇത്രയൊക്കെ വാങ്ങി. അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. കൂട്ടുകാരെ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.